നമ്മൾ നീങ്ങി തീരുന്നില്ല. അങ്ങ് എത്താറായി. ഒരു പണ പോലെ നീണ്ടു കിടക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ. ഹലോ, ഫൈനലി നമ്മുടെ യാത്ര നമ്മളിവിടെ ആരംഭിച്ചു. നേരെ കാശ്മീരിലേക്കാണ്. ഫസ്റ്റ് നമ്മൾ ഡൽഹി പോയിട്ട് അവിടെ നിന്ന് കാശ്മീരിലേക്കാണ് പോകുന്നത്. ഇയാൾ എന്നെ കുറെ നേരം കൊണ്ട് ഇങ്ങനെ നോക്കുന്നു, ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇതാണ് ഗൈസ് ഇമാം. പിന്നെ നമ്മൾ ബോറടി മാറ്റാൻ വേണ്ടി കുറച്ച് സമയം ചെസ് എല്ലാം കളിച്ചായിരുന്നു. ഇമാമിനത് കളിക്കാറില്ല, അതിനുള്ള ബുദ്ധിയില്ല, പിന്നെ കിടന്നു. പിന്നെ ഒരു ചായ കുടിയായിരുന്നു, ഗ്ലാസ് ഒക്കെ ഉണ്ട് വെറൈറ്റിയുള്ള. പിന്നെ കടി എന്താന്ന് നോക്കിയപ്പോഴത്തേക്കും പാവ് ബജിയാണ്. ഇതിനകത്ത് എന്തോ ഉരുളക്കിഴങ്ങ് ഫില്ലിംഗ് ആയിരുന്നു. അത്യാവശ്യം കൊള്ളാം എന്ന് പറയാൻ പറ്റില്ല, ആവറേജ്. ഓക്കെ, ബണ്ണ് ഭയങ്കര മോശമായിരുന്നു. റെയിൽവേ ഒന്നുകൂടി തെളിയിച്ചു. പിന്നെ ഞാൻ റാബി ഉണർത്താനുള്ള ശ്രമമായിരുന്നു. റാബി നല്ല ഉറക്കമായിരുന്നു. അതൊക്കെ ഇമാമിനെ ഉണർത്താനുള്ള ശ്രമം നടത്തി. അവന്റെ തല കാണാനില്ല. തപ്പി ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും അവന്റെ തല ഇപ്പുറത്തായിരുന്നു. അപ്പോഴത്തേക്കും നേരെ ഏറെ കുറെ വെളുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആരിഫിനെ ഉണർത്താനുള്ള ശ്രമമായിരുന്നു. ഇമാമിന്റെ ഇടയിൽ കൂടെ ഒരു ഹായ് ഒക്കെ കാണിച്ചു. ആരിഫിനെ ഉണർത്താൻ വേണ്ടി താഴോട്ട് പോയപ്പോഴത്തേക്കും ഓൾറെഡി ബാഗെല്ലാം പാക്ക് ചെയ്തിരിക്കുക. ഇനിയും 2 ദിവസം ഉണ്ട്, അത് അവൻ അറിയില്ല. അവൻ ചായ കുടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ആരാ എന്താന്നൊക്കെ വരുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനുശേഷം എന്റെ വൈഫിനെ ഉണർത്താനുള്ള ശ്രമമായിരുന്നു. ഈ ട്രെയിൻ അതിനിടയ്ക്ക് തന്നെ അവളൊരു ചെറിയ കുടിലാക്കി മാറ്റി കഴിഞ്ഞു. പിന്നെ അവളെ കുറച്ച് സമയം ചൊറിഞ്ഞു. അവൾ മൈൻഡ് ഒന്നും ചെയ്തില്ല. അവൾ വാരണത്തിൽ നടിയെ പോലെ കുറച്ച് ക്യൂട്ട്നെസ് എല്ലാം കാണിച്ചിരുന്നു. പിന്നെ ഞാൻ പോയപ്പോഴത്തേക്കും അവൾ റാബിയുമായിട്ട് ഉറക്കത്തിലുള്ള പരിപാടിയായിരുന്നു. സമാധാനത്തിൽ ഞാൻ മുകളിൽ കയറി കിടന്നപ്പോൾ അവൾ അവിടെ വന്നു. വീട്ടിലും സൈറില്ല, ട്രെയിനിലും സൈറില്ല. എന്താ അവസ്ഥ അല്ലേ? പിന്നെ ഗൈസ് ഇതിൽ വരുന്ന മെയിനായിട്ടും ഒരു ലൈറ്റ് ആണ്. അതിന്റെ ഇപ്പുറത്ത് USB കേബിൾ ഇല്ല. അത് നമുക്ക് മൊബൈലൊക്കെ അത്യാവശ്യം ചാർജ് ചെയ്യാം. 3E ആണ് എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു യാത്രയ്ക്ക്. ഇരുണ്ട് ഗൈസ്. ഇവിടെ ഇരുട്ടുന്ന വെളുക്കുന്ന അറിയുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലാണ് സമയം പൊക്കിക്കൊണ്ടിരിക്കുന്നത്. സീറ്റ് നമ്പർ 48 ആയിരുന്നു എല്ലാവരും അടുത്തെടുത്തത്. നേരം വെളുത്തു. അവള് നല്ല ഉറക്കപ്പിച്ചിലാണ്. കുളിച്ചിട്ടില്ല, നമ്മളാരും കുളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ബേബിയുമായിട്ട് കുറച്ച് സമയം കളിച്ചു. ബ്ലൂടൂത്ത് പാട്ടിട്ട് ബാക്കിയുള്ള ഡിസ്റ്റർബ് ചെയ്തായിരുന്നു. ആരിഫ് കുറച്ചുകൂടി നമ്മളെ കൂടെ കൂട്ടിയപ്പോഴത്തേക്കും കുറച്ചുകൂടി പരിപാടി. ഫൈനലി നമ്മൾ ഡൽഹിയിലെത്തി. പിന്നെ ഡൽഹിയിലുള്ള യാത്രയും കാര്യമൊക്കെ ഇമാമാണ് ഈ സംഭവം വെച്ച് പറയുന്നത്. അവനെ പിടിച്ചൊന്നും വലിയ എക്സ്പീരിയൻസ് ഇല്ല. നമുക്ക് ഒന്നും ഇല്ല. വേറൊരു അർത്ഥം, ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം കൊള്ളാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറെക്കൂടെ വികസനമൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനാണോ. ലൈഫിൽ നമ്മളിങ്ങനെ വല്ലപ്പോഴൊക്കെ നോർത്തിലൊക്കെ യാത്ര ചെയ്യണം. എന്തായാലും പരിപാടി കൊള്ളായിരുന്നു. നമ്മൾ നടന്നു പറഞ്ഞ വൈക്കിൾ സ്ട്രീറ്റ് കണ്ടായിരുന്നു. ശരിക്കും നമ്മൾ പടിഞ്ഞാറക്കോട് സെറ്റ് പട്ടണത്തിലുള്ളവർക്ക് അറിയാം. പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നു. നടന്നു എത്തല്ല അവസ്ഥയാണ്. വയ്യ, ഇറങ്ങി വരാൻ വയ്യ. ഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ്. ഗൈസ്, നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഡൽഹി കാൻ റെയിൽവേ സ്റ്റേഷൻ. ഡൽഹി കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റഷ് ഉണ്ട് അത്യാവശ്യം. ഞാൻ കാണിച്ചില്ല. ചൂടുമുണ്ട്. ചൂടിന്റെ കാര്യം പിന്നെ പറയാം. നമ്മൾ നാട്ടിലേക്കാളും ഭയങ്കര ചൂടാണ്. നാട്ടിൽ പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയെങ്കിലും പറഞ്ഞുണ്ട് നാട്ടിൽ. ദിസ് ഓവർ ബ്രോ ദിനേശ് കുമാർ, മെയിൻ ഹീറോ ഓഫ് ദ റൈഡ്. ഓക്കെ, അടിച്ചിട്ട് കരിപ്പിലാണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ബൈ. വെരി ഹ്യൂജ് ട്രാഫിക്. അല്ല, ഹ്യൂജ് പറയാം. വെയിറ്റ് ഉള്ള വാക്കെന്ത്? സോറി, നിസാമുദ്ദീൻ നിന്ന് ഡൽഹി കാണില്ല. എത്ര കിലോമീറ്റർ ആയിരിക്കും? ഐ തിങ്ക് 20 kilometers, 51 minutes. ഏകദേശം 20 കിലോമീറ്റർ 50 മിനിറ്റ്സ് ആകോ ടൈം ഉണ്ട്. അപ്പോൾ വരുന്നവർ മാക്സിമം യൂബർ നോക്കുന്നതായിരിക്കും ബെറ്റർ. 1 hour ഉണ്ടല്ലേ? അതെ, 1 hour നോക്കുന്നതായിരിക്കും ബെറ്റർ. അവിടെ ഇതാകുമ്പോൾ നമ്മൾ ഇപ്പോഴായിരിക്കും എല്ലാവർക്കും നല്ല കംഫർട്ടായിട്ട് പോവാം. നമ്മളവിടെ ഓട്ടോക്ക് ചോദിച്ചപ്പോൾ എത്ര ഓട്ടോക്ക് ചാർജ് എത്ര പറഞ്ഞേ? ഓട്ടോക്ക് 800-700 സംതിങ്. 800-700 ഒക്കെ ഓട്ടോക്ക് ചോദിക്കണം. നമ്മുടെ XUV കാറിൽ അത്യാവശ്യം നല്ല രീതിയിൽ AC ഒക്കെ കൊണ്ട് ഫുൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡ്രൈവർ എല്ലാം കൊണ്ടും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ്. ഓക്കെ അല്ലേ? കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഡൽഹി വരുന്ന നാട്ടിലുള്ള എല്ലാവരും വരുമ്പോൾ മാക്സിമം യൂബറിനെ യൂസ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, ആ വെച്ച് പാട്ടിലൊക്കെ പറഞ്ഞോ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ തേനും വയമ്പുമുണ്ടോ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ തുയരുമ്പോൾ മൗനം പാടുന്നു. പറയാൻ പറ്റും. അപ്പു കൂടെ
പറയാതെ അറിയാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ. അയ്യോ ഇത്ര അറിയാം നമുക്ക്. ഗൈസ്, ഇപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം ജമ്മു കാശ്മീർ ആണ്. അങ്ങോട്ടുള്ള യാത്രയിലാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ നമ്മൾ പറയുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.